പ്രവാചകന്റെ ഇന്ദ്രിയങ്ങൾ തുറക്കട്ടെ. മനുഷ്യൻ 3 ഘടകങ്ങളുള്ളവനാകുന്നു. മാൻ ഈസ് എ ട്രിക്കോട്ടമി. 1 തെസ്സലോനിക്കർ 5:23 അടിസ്ഥാനത്തിൽ മനുഷ്യന് ഒരാത്മാവുണ്ട്, പ്രാണനുണ്ട്, ശരീരമുണ്ട്. ശരീരത്തിന് ഇന്ദ്രിയങ്ങളുണ്ട്. ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് അറിവ് ലഭിക്കുന്നു. അനേകം കാര്യങ്ങൾ, ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ എത്തിച്ചേരുകയാണ്. കാണുവാൻ കഴിയുന്നു, കേൾക്കുവാൻ കഴിയുന്നു, അനുഭവിക്കുവാൻ കഴിയുന്നു, രുചിക്കുവാൻ കഴിയുന്നു, മണക്കുവാൻ കഴിയുന്നു. പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. ശരീരത്തിന് പഞ്ചേന്ദ്രിയങ്ങൾ ഉള്ളതുപോലെ തന്നെ നമ്മുടെ ആത്മാവിന് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. ആ പഞ്ചേന്ദ്രിയങ്ങളെ സജീവമാക്കുകയാണെങ്കിൽ പ്രവാചക ശുശ്രൂഷയിൽ നിങ്ങൾക്ക് അനേകം നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ കഴിയും. ഇത് പ്രവാചകന്മാർക്ക് വേണ്ടി മാത്രമുള്ള സന്ദേശമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. പ്രവാചകന്മാർ ശക്തമായിട്ട് ഈ ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സന്ദേശങ്ങൾ സ്വീകരിച്ച് ജനത്തെ അനുഗ്രഹിക്കുന്നവരാണ്. ഇത് കേൾക്കുന്ന സാധാരണ ദൈവമക്കൾക്കുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടുകൂടെ പഠിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും തന്നെ പ്രവാചക ശുശ്രൂഷയിൽ മുന്നേറുവാൻ കഴിയും. പ്രവാചക കൃപാദാനം ഉപയോഗിക്കുവാൻ കഴിയും. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്ന പ്രവാചകൻ്റെ ഓഫീസിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും അത് വിളിയുള്ളവർക്ക്, പ്രത്യേകമായിട്ട് വിളിയുള്ളവർക്ക്, കർത്താവ് പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നവർക്കാണ് ആ പ്രത്യേക ഓഫീസിൽ എത്തിച്ചേരുവാൻ കഴിയുന്നത്. എന്നാൽ കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും തന്നെ 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 9 കൃപാവരങ്ങളെ സജീവമാക്കുവാൻ കഴിയും. ആ 9 കൃപാവരങ്ങളെ നിങ്ങളിലൂടെ നിങ്ങൾക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയും. അതേപോലെ തന്നെ റോമാലേഖനം 12-ാമത്തെ അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന 7 കൃപാവരങ്ങളെ നിങ്ങൾക്ക് സജീവമാക്കുവാൻ കഴിയും. ഏറ്റവും കുറഞ്ഞത് 9ഉം 7ഉം 16 കൃപാവരങ്ങളെയെങ്കിലും അതിൽ കൂടുതൽ പുറപ്പെടുവിക്കുവാൻ കഴിയുന്ന ഒരു പ്രതലത്തിലേക്ക് കയറിപ്പോകുവാൻ കഴിയും. അവിടെ 2 കാണുവാൻ കഴിയുന്ന ഒരു കൃപാദാനമാകുന്നു പ്രവചനത്തിൻ്റെ കൃപാദാനം, ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി. പ്രവചനത്തിൻ്റെ കൃപാദാനത്തിൽ എല്ലാവരും പ്രയോജനപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. പ്രയോജനപ്പെടുവാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല ദൈവവചനത്തിൽ നിന്ന് സ്വീകരിക്കുവാൻ കഴിയുന്ന ഒരു ഉപാധിയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ, ആത്മാവിൻ്റെ ഇന്ദ്രിയങ്ങൾ തുറക്കട്ടെ. ശരീരത്തിന് കാണുവാൻ കഴിയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ആത്മാവിന് കണ്ണുകളുണ്ട്. ആത്മാവിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ശരീരത്തിന് കേൾക്കുവാൻ കഴിയുന്നത് പോലെ നിങ്ങളുടെ ആത്മാവിന് കാതുകളുണ്ട്. നിങ്ങളുടെ ആത്മാവിനെ കേൾക്കുവാൻ കഴിയും. കർത്താവ് സുവിശേഷങ്ങളിലും വെളിപ്പാട് പുസ്തകത്തിലും ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഏത് ചെവിയെക്കുറിച്ചാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്? ശരീരത്തിൻ്റെ ചെവിയെക്കുറിച്ചാണോ? അല്ല, ആത്മാവിൻ്റെ ചെവിയെക്കുറിച്ചാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവിൻ്റെ കാതുകളെ തുറക്കുവാൻ കഴിയും. ആത്മാവിൻ്റെ കേൾവിയുടെ തലത്തിൽ എത്തിച്ചേരുവാൻ കഴിയും. ആത്മാവിൻ്റെ കാഴ്ചയുടെ തലത്തെ സജീവമാക്കുവാൻ കഴിയും. ആത്മാവിൻ്റെ അനുഭവത്തിൻ്റെ തലത്തെ സജീവമാക്കുവാൻ കഴിയും. മണക്കുവാനും രുചിക്കുവാനും കഴിയുന്ന ആത്മാവിൻ്റെ തലത്തെ സജീവമാക്കുവാൻ, ആ പ്രതലത്തെ സജീവമാക്കുവാൻ കഴിയും. അവിടേക്ക് നാം ഓരോരുത്തരും ഉയർന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്ന ഈ കൃപാദാനങ്ങളെ ഉപയോഗിച്ച് അനേകരെ ദൈവരാജ്യത്തിലേക്ക് ആകർഷിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. ആത്മാവ് പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുകയാണ്. ആ ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമാകുന്നു. ഇന്ദ്രിയങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ നിന്നാണ് സ്വീകരിക്കുവാൻ കഴിയുന്നത്. ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങൾ ലോകത്തിൽ നിന്ന് കാര്യങ്ങൾ സ്വീകരിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ആത്മാവിൻ്റെ ഇന്ദ്രിയങ്ങൾക്ക്
നിങ്ങളുടെ ആത്മാവിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്ന് സ്വീകരിക്കുവാൻ കഴിയും. സ്പിരിറ്റ് ടു സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ നിന്ന് നമ്മുടെ ആത്മാവിലേക്ക്. ആത്മാവിൻ്റെ ഇന്ദ്രിയങ്ങളെ സജീവമാക്കുകയാണെങ്കിൽ അത് സാധ്യമാകുവാൻ പോകുന്നു. ഇവിടെ നമ്മുടെ കർത്താവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നു. നാളുകളിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ, മറ്റൊരാൾക്ക് സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വളരെ വ്യക്തമാകുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ 16-ാമത്തെ അധ്യായത്തിൽ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. 14-ാം വാക്യം, അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. 15-ാം വാക്യം, പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ അത് നമുക്ക് മാത്രമുള്ള സന്ദേശമാണ് എന്ന് ഒരിക്കലും നിരൂപിക്കരുത്. മറ്റുള്ളവർക്കുള്ള സന്ദേശവും പരിശുദ്ധാത്മാവിന് നൽകി തരുവാൻ കഴിയും. റോമാലേഖനത്തിൽ പോവുകയാണെങ്കിൽ, റോമാലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ വളരെ പരിചിതമാകുന്നുവല്ലോ, അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. Those who are led by the Spirit of God, these are the sons of God. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവാത്മാവ് നടത്തുക എന്ന് പറയുമ്പോൾ അവിടെ നിലനിൽക്കുന്ന ഒരാശയവിനിമയമല്ലേ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നില്ലേ? പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് കൊണ്ടാണല്ലോ പരിശുദ്ധാത്മാവിൽ നിന്ന് കേട്ട് ആത്മാവിനാൽ നടത്തപ്പെടുവാൻ കഴിയുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. വിറ്റ്നസിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ വിറ്റ്നസിങ് നമ്മുടെ ആത്മാവിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് പരിശുദ്ധാത്മാവിൽ നിന്ന് കേൾക്കുവാൻ കഴിയും. ആത്മാവിൻ്റെ കേൾവിയുടെ പ്രതലം സജീവമാകുകയാണ്. നമ്മുടെ ആത്മാവിനെ അവിടെ കേൾക്കുവാൻ കഴിയും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. അവിടെ ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു എന്ന് പറയുമ്പോൾ അതും മാത്രമല്ല, ദിനംതോറുമുള്ള ഒരാശയവിനിമയമല്ലേ. അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിന് പല കാര്യങ്ങളും വിറ്റ്നസിങ് ചെയ്യാൻ കഴിയും. നമ്മോട് പറഞ്ഞു തരുവാൻ, നമ്മോട് സാക്ഷ്യമായി പറഞ്ഞു തരുവാൻ കഴിയുമെന്നുള്ളത് സ്വീകരിക്കുക. ഇനി സദൃശവാക്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മുടെ ആത്മാവിനെക്കുറിച്ച്, നമ്മുടെ മനുഷ്യാത്മാവിനെക്കുറിച്ചുള്ള ഒരു പരാമർശം 20-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം. മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിൻ്റെ അറകളെയൊക്കെയും ശോധന ചെയ്യുന്നു. മനുഷ്യാത്മാവ്, നമ്മുടെ മനുഷ്യാത്മാവ് യഹോവയുടെ ദീപം, ലാമ്പ് ഓഫ് ദ ലോർഡ്. മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിൻ്റെ അറകളെയൊക്കെയും ശോധന ചെയ്യുന്നു. അകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയുവാൻ ഉദരത്തിൻ്റെ അറകളെ ശോധന ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യാത്മാവിന് തന്നെ ഒരു പ്രത്യേകമാകുന്ന പ്രാപ്തിയുണ്ട്. പല കാര്യങ്ങളും അറിയുവാനും, പല കാര്യങ്ങളും മനസ്സിലാക്കുവാനും, പല കാര്യങ്ങളും ശോധന ചെയ്യുവാനുമുള്ള പ്രത്യേകമാകുന്ന പ്രാപ്തി മനുഷ്യൻ്റെ ആത്മാവിന് തന്നെയുണ്ട്. സങ്കീർത്തനം 18-28 പോകുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരാശയം കാണുവാൻ കഴിയുന്നു. സങ്കീർത്തനം 42-7 പോകുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരാശയം കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യക്തമായിട്ട് ആത്മാവിൽ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ കഴിയും. ശരീരത്തിൽ നിന്ന് പല കാര്യങ്ങളും പ്രാണനിലെത്തിച്ചേരുന്നത് പോലെ തന്നെ നമ്മുടെ മനുഷ്യാത്മാവിൽ നിന്ന് പല കാര്യങ്ങൾക്കും നമ്മുടെ പ്രാണനിലെത്തിച്ചേരുവാൻ കഴിയും. പ്രാണൻ അവിടെ ഒരു പ്രോസസ്സർ പോലെയാകുന്നു. ഇതെല്ലാം വിശകലനത്തിന് വിധേയമാക്കിയതിന് ശേഷമായിട്ട്
എന്ത് ചെയ്യണമെന്നും അതിൻ്റെ റീസണിങ്ങും അനലൈസ് ചെയ്യുന്നതും എല്ലാം പ്രാണനിലാണ് സംഭവിക്കുന്നത്. പ്രാണനിൽ സംഭവിച്ചതിന് ശേഷം പ്രാണനിലൂടെ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ടല്ല നമുക്കിത് പുറത്തെത്തിക്കുവാൻ കഴിയുകയുള്ളൂ. നമുക്കിത് പുറത്തെത്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാണൻ്റെയും ശരീരത്തിൻ്റെയും ആവശ്യമാണ്. ആത്മാവിൽ നിന്നാണ് സന്ദേശം ലഭിക്കുന്നത് എങ്കിലും ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് തന്നെ കാര്യങ്ങൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ പ്രാണനിൽ ഒരു വിശകലനം നടക്കേണ്ടത് ആവശ്യമാണ്. അവിടെ ശരീരത്തിൽ നിന്നുള്ള ഇൻപുട്സ് പ്രാണനിൽ എത്തിച്ചേരുന്നു, ആത്മാവിൽ നിന്നുള്ള ഇൻപുട്സ് പ്രാണനിൽ എത്തിച്ചേരുന്നു. പ്രാണനിലാകുന്നുവല്ലോ നമ്മുടെ മനസ്സ്, വികാരങ്ങൾ, ഇച്ഛാശക്തി. ഈ 3 ഘടകങ്ങളുള്ള പ്രാണന് നല്ല തീരുമാനമെടുക്കുവാൻ തക്കവണ്ണമായിട്ട് വിശകലനത്തിന് വിധേയമാക്കി കാരണങ്ങൾ കണ്ടെത്തി, അങ്ങനെയാണ് പ്രാണനിലാണ് പ്രോസസ്സിങ് നടക്കുന്നത്. വിശകലനം ചെയ്ത് അതിനെ പുറത്തെത്തിക്കുന്നത് പ്രാണൻ ശരീരം ഉപയോഗിച്ചാകുന്നു. നമ്മളിപ്പോൾ മനുഷ്യ ശരീരത്തിൽ വസിക്കുന്നതിനാൽ, ശരീരവാസികളാകുന്നതിനാൽ ശരീരത്തിലൂടെ നമുക്കിതിനെ പുറത്തെത്തിക്കുവാൻ കഴിയും. എന്നാൽ ഇന്ന് ഞാൻ ഈ പറയുവാൻ പോകുന്ന കാര്യത്തിൻ്റെ കാതലായ വശമെന്ന് പറയുന്നത്, നിങ്ങൾ പ്രവാചക ശുശ്രൂഷയിൽ പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ ആത്മാവിൽ നിന്നുള്ള സന്ദേശങ്ങൾ പ്രാണനിലെത്തിച്ച് അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, നിങ്ങൾക്കുള്ള സന്ദേശമാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ആ നിലയിൽ നിങ്ങളുടെ ആത്മാവിൻ്റെ ഇന്ദ്രിയങ്ങളെ സജീവമാക്കണം. ലോകത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പ്രാണനിൽ നമ്മൾ എത്തിക്കുന്നത്? ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചാണ്. അതേ നിലയിൽ തന്നെ ആത്മാവിൽ ഉള്ള ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് നമ്മിൽ തന്നെ വസിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നുള്ള സന്ദേശങ്ങൾ സ്വീകരിച്ച് അത് പ്രയോജന തലത്തിൽ കൊണ്ടെത്തിക്കണം, പ്രയോജനപ്പെടുത്തണം. പല നിലകളിൽ അത് പ്രയോജനപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ആത്മാവിൻ്റെ ഇന്ദ്രിയങ്ങളിൽ അനുഭവങ്ങളുടെ ആ മേഖല തന്നെ നമുക്ക് പ്രഥമമായിട്ട് ആ മേഖലയിലേക്ക് ഒന്ന് സ്പർശിക്കാം. ആത്മാവിൻ്റെ അനുഭവത്തിൻ്റെ പ്രതലം, ആ അനുഭവത്തിൻ്റെ പ്രതലത്തിൽ ഇതെല്ലാം സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഫ്ലാഷ് പോലെ, മിന്നൽ പോലെ ആയിരിക്കും ചിലപ്പോൾ. ചില സമയത്ത് നമുക്ക് ആത്മാവിൻ്റെ ആ പ്രതലത്തിൽ, ആത്മാവിൻ്റെ അനുഭവത്തിൻ്റെ പ്രതലത്തിൽ നമുക്ക് സന്ദേശങ്ങൾ സ്വീകരിക്കുവാൻ കഴിയുന്നത്. ചിലപ്പോൾ അത് തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഞാൻ അനുഭവങ്ങൾ പറയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കുറേ കൂടെ വ്യക്തമാകും ഞാൻ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന സന്ദർഭത്തിൽ. ഇവിടെ നമ്മുടെ ആത്മാവിന് ഒരനുഭവം ഉണ്ടാകുന്നു സമാധാനം, ആത്മാവിന് ഒരനുഭവം ഉണ്ടാകുന്നു സന്തോഷം, ആത്മാവിനൊരനുഭവം ഉണ്ടാകുന്നു അസ്വസ്ഥത, ആത്മാവിനൊരനുഭവം ഉണ്ടാകുന്നു വല്ലാത്ത ബുദ്ധിമുട്ട്, ആത്മാവിനൊരനുഭവം ഉണ്ടാകുന്ന ഒരു വല്ലാത്ത ഞെരുക്കം, ഒരു ടൈറ്റ്നെസ് അനുഭവിക്കുകയാണ്. ആത്മാവിന് ചൂട് പോലെ തോന്നുന്നു, ആത്മാവിന് തണുപ്പ് പോലെ തോന്നുന്നു. ഇതെല്ലാം അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളിലെല്ലാം സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങളെ നമുക്ക് സ്വീകരിക്കുവാൻ, മനസ്സിലാക്കുവാൻ കഴിയണം. അവിടെ അപ്പോൾ ഒരു സ്വസ്ഥതയുണ്ടായത്. അതിൽ അടങ്ങിയിരിക്കുന്ന സന്ദേശം എന്താണ്? പരിശുദ്ധാത്മാവിൽ നിന്നാണ് നമ്മുടെ ആത്മാവ് ആ സന്ദേശം സ്വീകരിച്ചത്, ആ സ്വസ്ഥത സ്വീകരിച്ചത് എന്ന് നമുക്ക് അങ്ങനെ സ്വീകരിക്കാം. അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് പോവുകയാണെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 17-ാമത്തെ അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ, 17-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ, അഥേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട്, ഇവിടെ മനസ്സിന് ചൂടുപിടിച്ചെന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ വായിക്കുകയാണ് എങ്കിൽ ആത്മാവിന് ചൂടുപിടിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 17-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു, പ്രൊവോക്ഡ്, his spirit was provoked എന്നാണ് എഴുതിയിരിക്കുന്നത്. Now while Paul waited for them at Athens, his spirit was provoked എന്നാണ് എഴുതിയിരിക്കുന്നത്. his spirit was provoked. മലയാളത്തിൽ മനസ്സെന്ന് എഴുതിയിരിക്കുന്നത് അത് പരിഭാഷയിൽ വന്നിരിക്കുന്ന തെറ്റാണ്. പൗലോസിൻ്റെ ആത്മാവ് ചൂടുപിടിച്ചു എന്നാണ് കാണുവാൻ കഴിയുന്നത്. ആത്മാവിന് ചൂടുപിടിക്കുകയാണ്. ഇനി 18-ാമത്തെ അധ്യായത്തിൽ പോകുമ്പോൾ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ശീലാസും തിമോത്തിയോസും മഖദോനിയയിൽ വന്നാറെ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ടു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഇംഗ്ലീഷിൽ വായിക്കുന്ന സന്ദർഭത്തിൽ
5-ാമത്തെ അധ്യായത്തിൽ when Silas and Timothy had come from Macedonia, Paul was compelled by the Spirit എന്നാണ് എഴുതിയിരിക്കുന്നത്. Paul was compelled. അപ്പോൾ സ്പിരിറ്റിന് ഒരു കമ്പൽഷൻ ഉണ്ടാകുകയാണ്, സ്പിരിറ്റിന് ഒരു നിർബന്ധമുണ്ടാകുകയാണ്. അപ്പോൾ ആ നിർബന്ധത്തിൽ നിന്ന്, ആ നിർബന്ധം എന്ന് പറയുന്നത് പ്രാണനിൽ കൊണ്ടുവന്നതിന് ശേഷം വിശകലനത്തിന് വിധേയമാക്കിയിട്ട് ഒരു ആക്ഷനിലേക്ക് പോകുന്നു, ഒരു പ്രവൃത്തിയിലേക്ക് പോവുകയാണ്. ആത്മാവിൽ ഒരു നിർബന്ധമുണ്ടാകുമ്പോൾ അതിൻ്റെ പരിണതഫലമായിട്ടുണ്ടാകുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് പൗലോസ് പ്രസംഗിക്കുവാൻ തുടങ്ങുകയാണ്. പൗലോസ് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുകയാണ്. ഇതേപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ യെഹെസ്കേലിനുണ്ടായ പല അനുഭവങ്ങളുണ്ട്. ആത്മാവിൽ ചൂട് പിടിക്കുന്നു, ആത്മാവിൽ തീഷ്ണത വരുന്നു എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ നമുക്ക് യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആത്മാവിൽ ഒരു ദണ്ഡനമുണ്ടാകുന്നത് പോലെ അനുഭവിക്കുമ്പോൾ, ആ അനുഭവം ലഭിക്കുമ്പോൾ, ആത്മാവിൻ്റെ അനുഭവത്തിൻ്റെ പ്രതലത്തിൽ സമാധാനം, ദണ്ഡനം, ചൂടുപിടിക്കുക, തണുപ്പ് ഉണ്ടാകുക, നിങ്ങൾക്കവിടെ ഒരു നിർബന്ധമുണ്ടാകുന്നു, സന്തോഷമുണ്ടാകുന്നു, അസ്വസ്ഥതയുണ്ടാകുന്നു, അതിൽ നിന്ന് സന്ദേശം സ്വീകരിക്കുവാൻ കഴിയും. ചില കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ വല്ലാതെ അസ്വസ്ഥത, ആത്മാവിൽ നിന്നൊരു അസ്വസ്ഥത, ഇത് പ്രാണനിൽ നിന്നല്ല, ആത്മാവിൽ നിന്ന്, അകത്തുനിന്ന് ഒരു അസ്വസ്ഥത വരുന്നത് ഇത് തിരിച്ചറിയണം. ആത്മാവിൽ നിന്ന് വരുന്നതാണോ അതോ ഇത് ശരീരത്തിൽ നിന്ന് വരുന്നതാണോ, പുറത്തു നിന്ന് വരുന്നതാണോ, ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ആ ഭാഗവും ഞാൻ പരാമർശിക്കുന്നതായിരിക്കും. ആത്മാവിൽ നിന്ന് ഒരു അസ്വസ്ഥത വരുമ്പോൾ നമുക്കറിയാം, ഈ തീരുമാനം ഇപ്പോൾ എടുക്കേണ്ട തീരുമാനമല്ല, ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടിയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിലേക്ക് വരുവാൻ കഴിയും. ആത്മാവിൻ്റെ അനുഭവത്തിൻ്റെ പ്രതലം, അതേപോലെ തന്നെ ആത്മാവിൻ്റെ കാഴ്ചയുടെ പ്രതലമുണ്ട്. അതിനെയും നിങ്ങൾ സജീവമാക്കണം. നിങ്ങളുടെ ആത്മാവിൻ്റെ കാഴ്ചയുടെ പ്രതലം, കാണുവാൻ കഴിയുന്ന സ്പിരിറ്റ് സെൻസ് ഓഫ് സീയിങ്, നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നൊരു പ്രതലമുണ്ട്. ആ പ്രതലത്തിൽ നിങ്ങൾക്ക് ചിത്രങ്ങൾ ചിലപ്പോൾ കാണുവാൻ കഴിയും. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ യിരെമ്യാവ് ചിത്രങ്ങളെ കാണുന്നുണ്ട്. 11-ാമത്തെ വാക്യത്തിൽ, 14-ാമത്തെ വാക്യത്തിൽ, 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ യിരെമ്യാവ് ചിത്രങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ ചിത്രങ്ങളിലൂടെ ആത്മാവിൻ്റെ കാഴ്ചയുടെ പ്രതലത്തെ സജീവമാക്കുവാൻ കഴിയും. കാഴ്ചയുടെ പ്രതലം സജീവമാകുമ്പോൾ ചിത്രങ്ങൾ കാണുവാൻ കഴിയും, രാത്രി ദർശനങ്ങൾ കാണുവാൻ കഴിയും. ഉറക്കത്തിൽ നിങ്ങൾക്ക് രാത്രി ദർശനങ്ങൾ ലഭിക്കും. ആ രാത്രി ദർശനങ്ങളുടെ കവാടങ്ങൾ തുറക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നല്ല സന്ദേശങ്ങൾ രാത്രി ദർശനങ്ങളിൽ ദൈവത്തിന് നൽകിത്തീർക്കുവാൻ കഴിയും. രാത്രി ദർശനങ്ങളുടെ കവാടങ്ങൾ തുറക്കപ്പെടട്ടെ. രാത്രി ദർശനങ്ങളിലൂടെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ നിന്ന് സന്ദേശം സ്വീകരിക്കുവാൻ കഴിയും. ദർശനങ്ങളിലൂടെ പരിശുദ്ധാത്മാവിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുവാൻ കഴിയും. ചിലപ്പോൾ പത്രോസിനുണ്ടായതുപോലെ അപ്പോസ്തല പ്രവൃത്തി 10-ാമത്തെ അധ്യായം 10-ാം വാക്യത്തിൽ കാണുന്ന ആ ട്രാൻസ് പോലെയുള്ളൊരു അനുഭവം, ഒരു ട്രാൻസിലേക്ക് പത്രോസ് പോകുന്നു. അങ്ങനെയുള്ള ആ അനുഭവത്തിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുവാൻ കഴിയും. ചിലപ്പോൾ ചലച്ചിത്രം കാണുന്നത് പോലെ കാണുവാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് ഉയർന്ന് ആത്മാവിൽ സന്ദേശങ്ങൾ സ്വീകരിക്കുവാൻ കഴിയും. മാത്രവുമല്ല, ചിലപ്പോൾ ആത്മാവിൻ്റെ പ്രതലത്തിലേക്ക് എത്തി നോക്കുവാൻ കഴിയുന്ന, സ്പിരിറ്റ് തലത്തിലേക്ക് എത്തി നോക്കുവാൻ കഴിയുന്ന നിലയിൽ കർത്താവിന് നമ്മെ ഉയർത്തുവാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോടൊപ്പം ഉള്ളൊരു ദൈവദാസന് ആത്മാവിൻ്റെ പ്രതലത്തിലേക്ക് എത്തി നോക്കുവാൻ കഴിഞ്ഞു. താൻ അവിടെ ഒരു ദൂതനെ കാണുകയാണ്. ആത്മതലം കാണുവാൻ കഴിയുന്ന നിലയിൽ അവിടെ കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ ദൂതനെ കാണുവാൻ കഴിയുന്നു. ആത്മതലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നു. അങ്ങനെ കാഴ്ചയുടെ പ്രതലത്തെ കർത്താവിന് തുറന്നു തരുവാൻ കഴിയും. ഈ ശബ്ദം കേൾക്കുന്നവരുടെ ആത്മാവിൻ്റെ കാഴ്ചയുടെ പ്രതലം തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ കാഴ്ചയുടെ പ്രതലത്തിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങളെ വിശകലനം ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല, ആ മേഖലയിൽ ഒരു പരിശീലനമുണ്ടാകട്ടെ. ഈ ആത്മാവിൻ്റെ കാഴ്ചയുടെ പ്രതലത്തിൽ ആവർത്തിച്ച് കർത്താവിൽ നിന്ന് സന്ദേശങ്ങൾ ചിത്രങ്ങളിലൂടെ, രാത്രി ദർശനങ്ങളിലൂടെ, ട്രാൻസിലൂടെ, ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസുകളിലൂടെ, ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തു വന്ന് കാണുവാൻ കഴിയുന്ന നിലവാരത്തിലൊക്കെ കാര്യങ്ങൾ കാണുവാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവർ ഉയർത്തപ്പെടട്ടെ. ഇതെല്ലാം പ്രവചനങ്ങളാണ്. ആത്മാവിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുന്ന ആത്മാവിൻ്റെ കാഴ്ചയുടെ തലം നിങ്ങൾക്ക് തുറക്കപ്പെടുകയാണെങ്കിൽ അതെല്ലാം ദൂതുകളല്ലേ, അതെല്ലാം സന്ദേശങ്ങളാണ്. അവിടെയാണ് നിങ്ങൾക്ക്
പ്രവാചക ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുവാൻ കഴിയുന്നത്. ആത്മാവിൻ്റെ ഇന്ദ്രിയങ്ങളെ സജീവമാക്കുന്നതിലൂടെ നിങ്ങൾക്ക് പ്രവാചക ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുവാൻ കഴിയും. ഇനി മറ്റൊരു മേഖലയാണ് ആത്മാവിൻ്റെ കേൾവിയുടെ പ്രതലമെന്ന് പറയുന്നത്. ആത്മാവിൻ്റെ കേൾവിയുടെ പ്രതലം തുറക്കപ്പെടട്ടെ. ആത്മാവിൻ്റെ കേൾവിയുടെ പ്രതലത്തിലാണ് അവിടെ ഒരു വാക്ക് ചിലപ്പോൾ കേൾക്കുവാൻ കഴിയും, ചിലപ്പോൾ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും, അതുമല്ല എന്നുണ്ടെങ്കിൽ വിവിധ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. ഇങ്ങനെ ഈ കേൾവിയുടെ പ്രതലത്തിൽ എപ്പോഴും നിങ്ങൾക്ക് ശബ്ദത്തിൻ്റെ സഹായത്തോടുകൂടെ കേൾക്കണമെന്നില്ല, ഓഡിയബിൾ സൗണ്ട് കേൾക്കണമെന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ആത്മാവിൽ നിന്ന് ആത്മാവിലേക്ക്, പരിശുദ്ധാത്മാവിൽ നിന്ന് ആത്മാവിലേക്ക് സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അവിടെ കേൾവിയുടെ തലമെന്ന് പറയുന്നത്, ആ കേൾവിയുടെ തലത്തിൽ നമുക്ക് ശബ്ദങ്ങളുടെ സഹായത്തോടുകൂടെ കേൾക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ ഒരു കൈമാറ്റം അവിടെ സംഭവിക്കും. ശബ്ദങ്ങൾ കൂടാതെ ആശയങ്ങളെ നമ്മുടെ ആത്മാവിലെത്തിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ചില സന്ദർഭങ്ങളിൽ ശബ്ദങ്ങൾ കേട്ടെന്നിരിക്കും. പൗലോസ് ശൗൽ ദമസ്കോസിലേക്ക് പോകുമ്പോൾ ശൗൽ ശബ്ദം കേട്ടല്ലോ. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ ശബ്ദം കേട്ടെന്നിരിക്കും. എന്നാൽ എല്ലായ്പ്പോഴും ഭൂരിപക്ഷം സമയത്തും അതിൻ്റെ ആവശ്യമില്ല. അതുകൂടാതെ തന്നെ പരിശുദ്ധാത്മാവിന് അവിടുത്തെ സന്ദേശങ്ങളെ നമ്മുടെ ആത്മാവിലേക്ക്, ഇന്നത്തെ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ, ഡൗൺലോഡ് ചെയ്ത് തരുവാൻ കഴിയും. അത് കേൾവിയുടെ പ്രതലമാണ്. ആത്മാവിൻ്റെ കേൾവിയുടെ പ്രതലം, ആത്മാവിൻ്റെ രുചിയുടെ പ്രതലം, ആത്മാവിൻ്റെ സുഗന്ധത്തിൻ്റെ പ്രതലം, ഇതെല്ലാം തുറക്കപ്പെടട്ടെ. നിങ്ങളുടെ ആത്മാവിൻ്റെ ഇന്ദ്രിയങ്ങൾ സജീവമാകട്ടെ. അനേകരെ കർത്താവിലേക്ക് നേടുവാൻ തക്കവണ്ണം ഒരു ഉപകരണമായി നിങ്ങൾ തീരുവാൻ, വിശേഷിച്ചും പ്രവാചക ശുശ്രൂഷയിൽ സജീവമാകുവാൻ തക്കവണ്ണം ഈ മേഖലയിൽ കർത്താവ് ഇപ്പോൾ തന്നെ ഒരു ഉണർവിനെ, ഒരു സജീവതയെ, ആ ഇന്ദ്രിയങ്ങളെ സജീവമാക്കി, ആ ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, ആത്മാവിൻ്റെ ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശങ്ങൾ സ്വീകരിക്കുവാൻ പ്രാപ്തിയുള്ളവരാക്കി തീർക്കട്ടെ. ഇവിടെ ഒരു പരിശീലനം എന്ന് പറയുമ്പോൾ വർഷങ്ങളെടുക്കുന്നൊരു കാര്യമാണ്. അനേകം വർഷങ്ങൾ കൊണ്ടാണ് ഈ ഇന്ദ്രിയങ്ങൾ, ആത്മാവിൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് വരുന്ന കാര്യവും ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് വരുന്ന കാര്യങ്ങളും, ഇത് പ്രോസസ്സിങ് നടക്കുന്നത് പ്രാണനിലാണല്ലോ. അവിടെ ആ വിശകലനങ്ങൾക്ക് വിധേയമാകുമ്പോൾ നമ്മുടെ സങ്കല്പങ്ങളിൽ നിന്ന് വന്നതും പരിശുദ്ധാത്മാവിൽ നിന്ന് വന്നതും തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു നിലവാരത്തിലേക്ക് ഉയരുവാൻ കഴിയും. പലപ്പോഴും ഇതൊരു പ്രധാനപ്പെട്ട സംഘർഷമാകുന്നു. നമ്മുടെ മനസ്സ് സങ്കല്പിച്ചതാണോ ഇത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാകുന്നുവോ? ഇതിനെ വിശകലനം ചെയ്യുവാൻ, ഇതിനെ തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ള, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുവാൻ തക്കവണ്ണമുള്ള ജ്ഞാനത്തെ കർത്താവ് നൽകിത്തരും. നാളുകൾ കഴിയുന്നതോടുകൂടെ പരിചയസമ്പന്നരായിത്തീരും. കാരണം നിങ്ങളുടെ ഭാര്യ ഇപ്പോൾ ഫോണിൽ വിളിക്കുന്ന സന്ദർഭത്തിൽ പേര് പറയേണ്ട കാര്യമില്ലല്ലോ. ഫോൺ എടുക്കുന്ന സന്ദർഭത്തിൽ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് എൻ്റെ ഭാര്യയുടെ ശബ്ദമാകുന്നു. നിങ്ങളുടെ മക്കൾ വിളിക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പപ്പായുടെ മകളാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. എന്തുകൊണ്ടാണ്? വർഷങ്ങളായിട്ട് നിങ്ങൾ അവരുടെ ശബ്ദം കേൾക്കുകയാണ്. അവരുടെ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾക്കറിയാം ഇത് എൻ്റെ മകളാകുന്നു, എൻ്റെ ഭാര്യയാകുന്നു ഇപ്പോൾ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നതുപോലെ നീണ്ട നാളുകൾ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം തുടർച്ചയായിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് പരിശുദ്ധാത്മാവിൽ നിന്നാകുന്നു, പരിശുദ്ധാത്മാവിൽ നിന്നുള്ള സന്ദേശമാകുന്നു എന്ന് നിങ്ങൾക്കറിയാം. ആ നിലയിൽ ആത്മാവിൻ്റെ ഇന്ദ്രിയങ്ങളെ സജീവമാക്കി പരിശുദ്ധാത്മാവിൽ നിന്നുള്ള സന്ദേശങ്ങൾ സ്വീകരിച്ച് അനേകരെ അനുഗ്രഹിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും ഉപയോഗിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിശക്തമാകുന്ന ഒരു ആത്മസാന്നിധ്യത്താൽ ഇപ്പോൾ അവരെ മൂടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണടച്ചെന്നോടുകൂടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അവരുടെ ആത്മാവിൻ്റെ ഇന്ദ്രിയങ്ങൾ സജീവമാകട്ടെ, ആത്മാവിൻ്റെ ഇന്ദ്രിയങ്ങൾ സജീവമാകട്ടെ, ആത്മാവിൻ്റെ
അനുഭവത്തിൻ്റെ പ്രതലം സജീവമാകട്ടെ, ആത്മാവിൻ്റെ കാഴ്ചയുടെ പ്രതലം സജീവമാകട്ടെ, ആത്മാവിൻ്റെ കേൾവിയുടെ പ്രതലം സജീവമാകട്ടെ, ആത്മാവിൻ്റെ സുഗന്ധത്തിൻ്റെയും രുചിയുടെയും പ്രതലം സജീവമാകട്ടെ. പരിശുദ്ധാത്മാവിൽ നിന്നുള്ള സന്ദേശങ്ങൾ ആത്മാവിൽ സ്വീകരിച്ച് ആത്മാവിൽ നിന്നുള്ള ആ ഇൻപുട്ടുകൾ പ്രാണനിൽ വന്ന് പ്രാണനിൽ വിശകലനത്തിന് വിധേയമാക്കി ശരീരത്തിലൂടെ അത് പുറത്തെത്തിച്ച് അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ, അനേകരുടെ ജീവിതത്തിൽ ഇവർ പ്രയോജനമുള്ള ഒരു പാത്രമായി തീരുവാൻ തക്കവണ്ണം ഇപ്പോൾ അഭിഷേകത്തിൻ്റെ ഒരു പകർച്ചയെ പ്രിയപ്പെട്ടവരുടെ മേൽ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതിശയങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. ഈ സമയത്ത് തന്നെ ശാരീരിക രോഗങ്ങൾ അനുഭവിക്കുന്നവർ യേശുക്രിസ്തുവിൻ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. കാൽമുട്ടുകൾ സൗഖ്യമാകട്ടെ, ഉദരരോഗങ്ങൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ ബ്ലീഡിങ്ങുകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സ്റ്റോപ്പാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിശയകരമാകുന്ന സ്പർശനങ്ങൾ, രോഗികൾ സൗഖ്യമാകട്ടെ, അടഞ്ഞ ചെവികൾ തുറന്നു വരട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വഴി അടഞ്ഞുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുത വഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജോലിയില്ലാത്തവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യണം. ജോലി കർത്താവെ അതിൻ്റെ വഴികളെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങളും അതിശയങ്ങളും അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ചും ഈ ശബ്ദം കേട്ട എല്ലാവരും, ഈ സന്ദേശം കേട്ട എല്ലാവരും പ്രവാചക ശുശ്രൂഷകൾ സജീവമായി അനേകരെ ദൈവരാജ്യത്തിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം ഉപകരണങ്ങളായി തീരട്ടെ എന്ന് അടിയൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും അങ്ങയ്ക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. മാത്രമല്ല, ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപുരസ്സരം ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.